കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബി.ജെ.പി. അധ്യക്ഷനായേക്കുമെന്ന് അഭ്യൂഹം. ഞായറാഴ്ച വൈകുന്നേരം ആർ.എസ്.എസ്. മേധാവി മോഹൻ ഭാഗവതുമായി ചൗഹാൻ 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ഉയർന്നത്. ഡൽഹിയിലെ ആർ.എസ്.എസ്. ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ആർ.എസ്.എസ്. മേധാവിയുമായുള്ള ചൗഹാന്റെ കൂടിക്കാഴ്ച അടച്ചിട്ട മുറിയിലായിരുന്നുവെന്ന് ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നു. അതിനുശേഷം അദ്ദേഹം മധ്യപ്രദേശിലേക്ക് മടങ്ങിയിരുന്നു. 16 വർഷത്തിലേറെ മധ്യപ്രദേശ് ഭരിച്ച ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. ഗുജറാത്തിലെ നരേന്ദ്രമോദിക്ക് സമാനമായി അദ്ദേഹത്തിൻ്റെ ഭരണകാലം മധ്യപ്രദേശിൽ ബി.ജെ.പിക്ക് സുസ്ഥിരമായ ഒരടിത്തറ നൽകിയിട്ടുണ്ട്. OBC നേതാവാണെങ്കിലും ജാതി ഭേദമന്യേ പിന്തുണ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുമുണ്ട്. എന്നാൽ താൻ ബി.ജെ.പി. അധ്യക്ഷനാകുമെന്ന അഭ്യൂഹങ്ങളോട് ചൗഹാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല, എനിക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ കൃഷി ഗ്രാമവികസന മന്ത്രിയാണ്. ഞാൻ ഈ ജോലി ഒരു ആരാധന പോലെയാണ് ചെയ്യുന്നത്. കർഷകരെ സേവിക്കുന്നത് എനിക്ക് ദൈവാരാധനയാണ്. ഈ ആരാധന തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ചൗഹാൻ പറഞ്ഞു. തനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷികോൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതാണ് അത്. കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഗ്രാമപ്രദേശങ്ങളെ എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ കൂടുതൽ ലഖ്പതി ദീദിമാരെ സൃഷ്ടിക്കാം, ഇതൊക്കെയാണ് തൻ്റെ ലക്ഷ്യമെന്നും ചൗഹാൻ പറഞ്ഞു. 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക കുടുംബ വരുമാനം നേടുന്ന സ്വയം സഹായ സംഘത്തിലെ അംഗമാണ് ലഖ്പതി ദീദി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നാണ്. സെപ്റ്റംബർ 9 നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ബി.ജെ.പി. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. ജെ.പി. നദ്ദയ്ക്ക് പകരക്കാരനായി ബി.ജെ.പിയെ നയിക്കാൻ ശിവരാജ് സിംഗ് ചൗഹാന് പുറമെ ധർമ്മേന്ദ്ര പ്രധാൻ, വിനോദ് താവ്ഡെ, ഭൂപേന്ദ്ര യാദവ് എന്നിവരും പരിഗണനയിലുള്ളവരാണ്. അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്നാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതെങ്കിൽ കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡിയുടെ പേരിനാണ് മുൻഗണന. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.